സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കും. പ്രതിദിനം പിൻവലിക്കാവുന്ന തുകയ്ക്ക് പരിധി നിശ്ചയിക്കാനാണ് സർക്കാരിന്റെ ആലോചന. സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് തീരുമാനം ഇറക്കുന്നത്. മാർച്ച് 3-ാം തീയതിയായിട്ടും ശമ്പളം എത്തിയത് ചെറിയൊരു വിഭാഗം സർക്കാർ ജീവനക്കാർക്ക് മാത്രമാണ്. ട്രഷറി സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട് വഴി ശമ്പളം എത്തുന്ന മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും ശമ്പളം ലഭിച്ചു. എന്നാൽ എംപ്ലോയീസ് ട്രഷറി സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചതിനാൽ ഭൂരിഭാഗം സർക്കാർ ജീവനക്കാർക്കും ശമ്പളം ലഭിച്ചിട്ടില്ല. നാളെയോടെ ശമ്പള വിതരണം നടന്നില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് ജീവനക്കാരുടെ തീരുമാനം. സാമ്പത്തിക പ്രതിസന്ധി കടുത്തതിനാൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കും. പ്രതിദിനം പിൻവലിക്കാവുന്ന തുകയ്ക്ക് പരിധി നിശ്ചയിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. കേന്ദ്രം 4000 കോടി നൽകിയതിനാൽ ട്രഷറി ഓവർഡ്രാഫ്റ്റ് മറികടക്കാൻ സാധിച്ചു. എന്നാൽ ഈ തുക ശമ്പളവും പെൻഷനും നൽകാൻ വിനിയോഗിച്ചാൽ വീണ്ടും പ്രതിസന്ധി രൂക്ഷമാകും. സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിനാൽ ഈ മാസം 25,000 കോടിയാണ് സർക്കാർ ചിലവിന് ആവശ്യമായി വരിക. ജനം, തിരുവനന്തപുരം.